ഒരു നീറ്റ് മോഡൽ എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യണം? വളരെ പ്രസക്തമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതറിയാതെ ആരും നീറ്റ് എക്സാമിന് പോവുകയോ ചെയ്യരുതെന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടാവുക. സോ ശരിക്കും എല്ലാവരും നിങ്ങളോട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ അറിയുന്നത് മാത്രം എഴുതണം മക്കളെ. അറിയാത്ത ക്വസ്റ്റ്യൻസ് കാണുകയാണെങ്കിൽ വിട്ട് കളഞ്ഞേക്കണം. കാരണം നെഗറ്റീവ് മാർക്കുള്ള ക്വസ്റ്റ്യൻസ് എക്സാം ആണ് എന്നുള്ള രൂപത്തിലാണ് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ടാവുക. ഈ ഒരു സാധനം കൊണ്ട് മാത്രം കുഴിയിൽ പോകുന്ന കുറേ ആൾക്കാരുണ്ട്. ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ശരി തന്നെയാണ്, നെഗറ്റീവ് മാർക്കൊക്കെ വരുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര മാർക്ക് വേണം? ഡെഫിനറ്റ്ലി നമുക്ക് 630 മാർക്ക് വേണം. 630 എന്ന് പറഞ്ഞാൽ ഏറ്റവും ലീസ്റ്റാണ്. കഴിഞ്ഞ കൊല്ലമൊക്കെ ലാസ്റ്റ് ഗവൺമെൻറ് MBBS സീറ്റ് പോയതൊക്കെ 630-ലാണ്. ഇനി കുറച്ചൊരു നല്ല കോളേജിലേക്കൊക്കെ പോകണമെങ്കിൽ 650, 660, 670 മാർക്ക് നിർബന്ധമായിട്ടും വേണ്ടിയിട്ടുണ്ട്. സോ നമുക്കൊരു 630 മാർക്ക് കിട്ടണമെങ്കിൽ തന്നെ എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം? നോക്കിയാൽ 158 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ള രൂപത്തിലേക്കാണ് വരിക. ഇനി അതിനകത്ത് തന്നെ നമുക്കറിയാം, ഇപ്പോൾ 158 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്ത ആൾക്ക് ഫുൾ ശരിയാവോ? ഇല്ല, കുറച്ചെണ്ണം തെറ്റിപ്പോകും. ഒരു 10% മിനിമം നമ്മുടെ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എത്ര പഠിച്ച കുട്ടിയാണെങ്കിലും കേട്ടോ, കുറച്ച് ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോകും. അപ്പോൾ ഈ തെറ്റും എല്ലാം കൂടി പരിഗണിച്ച് കഴിഞ്ഞാൽ ആവറേജ് നമ്മളൊരു 175 ക്വസ്റ്റ്യൻ എങ്കിലും അറ്റംപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ 630 മാർക്ക് കിട്ടില്ല. അപ്പോൾ ഒരു കുറഞ്ഞ നമ്പർ പറയുകയാണെങ്കിൽ ഒരു 170 മുതൽ 180 വരെയുള്ള ക്വസ്റ്റ്യൻസ് 171ൻ്റെ മുകളിലേക്ക് നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ നെഗറ്റീവ് മാർക്കോ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോയില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനാണ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നുണ്ടാവുക. ഇൻറ്റൻസീവായിട്ട് ലാസ്റ്റ് 1 മന്ത് ഉണ്ട് ട്രെയിൻ ചെയ്യുക. റിപ്പീറ്റ് ചെയ്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ 1 ഇയർ ആയിട്ട് ട്രെയിൻ ചെയ്യാണ്. ഇപ്പോൾ ക്രാഷിന് ജോയിൻ ചെയ്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മളിപ്പോൾ ഇൻറ്റൻസീവ്ലി ട്രെയിൻ ചെയ്യുക. വേണ്ടി വരികയാണെങ്കിൽ നമുക്ക് ഒരു വർഷം കൂടി റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരും അത് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ മിസ്റ്റേക്കിൻ്റെ അളവ് കുറച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ മിസ്റ്റേക്ക് അളവുണ്ടോ, മിസ്റ്റേക്ക് കൂടുതലാണോ കുറവാണോ ഇതൊന്നും നോക്കേണ്ടതില്ല. ഒരു ഗവൺമെൻറ് MBBS സീറ്റ് നിങ്ങളുടെ ഉദ്ദേശമാണെങ്കിൽ നിർബന്ധമായിട്ടും 175 ക്വസ്റ്റ്യൻ അത് നിങ്ങളുടെ മൈൻഡിലേക്ക് വേണം. വിടാനാണെങ്കിൽ 4-5 ക്വസ്റ്റ്യൻ വിടാനുള്ള പെർമിഷനേ നമുക്കുള്ളൂ എന്നുള്ള കാര്യമാണ്. അപ്പോൾ ചില ആൾക്കാർ പറയും എനിക്ക് അങ്ങനെയൊന്നും വേണം, എനിക്ക് സെൽഫ് ഫിനാൻസിങ് സീറ്റ് മതി. സെൽഫ് ഫിനാൻസിങ് സീറ്റ് വേണമെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് അനുസരിച്ചിട്ട് 530 മാർക്ക് നമുക്ക് വേണം. ഒരു അതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ സെൽഫ് ഫിനാൻസിങ് സീറ്റ് കഷ്ടപ്പാടാണ്, കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ 530 എങ്കിലും നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമുക്ക് ലീവ് ചെയ്യാൻ വേണ്ടി പറ്റും? 175 എന്നുള്ളത് 150 മാറും. നിർബന്ധമായിട്ട് 150 ക്വസ്റ്റ്യൻ, ഒരു 155, 160 ക്വസ്റ്റ്യൻ എങ്കിലും എഴുതാത്ത ഒരാൾക്ക് ഉറപ്പായിട്ടും സെൽഫ് ഫിനാൻസിങ് സീറ്റും കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇനി MBBSൻ്റെ കാര്യം ഞാൻ മാറ്റി നിർത്താം. MBBS അല്ലാതെയും വേറെ കുറേ കോഴ്സുകൾ നീറ്റ് ബേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് BDS ഉണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, ആയുർവേദ ഉണ്ട്, അങ്ങനെ കുറേ കോഴ്സുകളുണ്ട്. ഇതിൻ്റെയൊക്കെ സെൽഫ് ഫിനാൻസിങ് ഉണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു കോഴ്സ് നീറ്റ് ബേസ് ചെയ്തിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് വേണ്ട മാർക്ക് എത്രയാണ്? അത് 450 മാർക്കാണ്. എന്ന് പറഞ്ഞാൽ 450 മാർക്കുള്ളൊരു കുട്ടിക്ക് ഗവൺമെൻറ്റിൽ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ്ങിലായിട്ട് ഒരു സീറ്റ് കിട്ടും. നീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ മേഖലയിലേക്ക്, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് ഒരു സീറ്റ് കിട്ടും. ഈ 450 മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണം? നിർബന്ധമായിട്ടും ഞാൻ പറയാം മക്കളെ, നിങ്ങളൊരു 130 ക്വസ്റ്റ്യൻ എങ്കിലും അറ്റംപ്റ്റ് ചെയ്യണം. 130 ക്വസ്റ്റ്യൻ എങ്കിലും അറ്റംപ്റ്റ് ചെയ്യാത്ത ഒരു കുട്ടിക്ക് 450 മാർക്ക് പോലും കിട്ടുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ക്രാഷ് പഠിക്കുന്ന ആൾക്കാർ, ഇത് പഠിക്കുന്ന റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാർ, നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരേണ്ട കാര്യം, നിങ്ങളൊരു മോക്ക് എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാറുണ്ട്? സ്ഥിരമായിട്ട് ഞാൻ കാണുന്ന ആളാണ്, കുട്ടികൾ ഒരു 100 ചോദ്യം എഴുതും. 100 ചോദ്യം എഴുതിയിട്ട് ബാക്കി 80 ചോദ്യം ലീവ് ചെയ്യും. കാരണം വെച്ചാൽ നെഗറ്റീവിനെ പേടിച്ചിട്ടാണ്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, 100 ചോദ്യം എഴുതിയ ഒരാൾക്ക് പരമാവധി കിട്ടാൻ വേണ്ടി പോകുന്ന മാർക്ക് 400 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടാന്നുള്ള പോസിബിലിറ്റി പോലും അവിടെ നഷ്ടപ്പെട്ടു. എക്സാം കഴിയുമ്പോൾ തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 100 ചോദ്യം എഴുതുന്ന ഒരാൾ അതിൻ്റെ അപ്പുറത്തേക്കും കൂടി ക്വസ്റ്റ്യൻസ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ധൈര്യം നമ്മൾ കാണിക്കണം. അത് നമ്മൾ എഴുതണം. ഇനി ആ ക്വസ്റ്റ്യൻസ് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം. ഇപ്പോൾ എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സിൽ, ഡോപ്പയിലൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യം ക്വസ്റ്റ്യൻസ് എങ്ങനെ ശരിയാക്കി എടുക്കാം എന്നുള്ളതിൻ്റെ ട്രെയിനിങ് നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. സോ അത് ക്രാഷ് മുഖേന എടുക്കണം, അല്ലെങ്കിൽ റിപ്പീറ്റേഴ്സ് കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന തുടക്കം മുതലേ ഈ ഒരു കാര്യത്തിൽ എയിം ചെയ്തിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾ എത്ര ക്വസ്റ്റ്യനാണ് ആവറേജ് ഒരു എക്സാമിൽ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാറുള്ളത്? താഴെ കമൻറ്റ് ചെയ്തോ. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് മോഡിഫൈ ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. ആൻഡ് ഡെഫിനറ്റ്ലി ഇനി മുതൽ എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കുറഞ്ഞത് ഒരു 130ൻ്റെ മുകളിലേക്കെങ്കിലും എഴുതാൻ നോക്കണം. സെൽഫ് ഫിനാൻസിങ് MBBS ആണ് നോക്കണമെങ്കിൽ 150 എങ്കിലും എത്തിക്കാൻ വേണ്ടി നോക്കണം. ഗവൺമെൻറ് MBBS ടാർഗറ്റ് ആയിട്ടുള്ള ആൾക്കാർ മിനിമം 175 എത്തിക്കാൻ നോക്കണം. അപ്പോൾ ഇതിനകത്ത് വേറെ ചോദ്യങ്ങളോ പറച്ചിലുകളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളതാണ്. സോ നീറ്റ് എഴുതാൻ വേണ്ടി പോകുന്ന എല്ലാ കുട്ടികൾക്കും ഈ ഒരു പ്രിൻസിപ്പിൾ അറിയാതെ പോകരുത് എന്നുള്ളൊരു കാര്യം അറിയാം. ഞാൻ ഒരു കുട്ടിയുടെ കഥ കൂടി പറഞ്ഞിട്ട് നിർത്താം. ഡോപ്പയിൽ ഒരു ടോപ്പർ കുട്ടി ഉണ്ടായിരുന്നു. ഡോപ്പയുടെ വെരി ഫസ്റ്റ് ഇയർ ഓഫ് ഡോപ്പ വാസ് ലൈക്ക് നമ്മളെ സംബന്ധിച്ചിട്ടൊരു ഭയങ്കരമായ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു വർഷമായിരുന്നു. ഞാൻ MBBS ജസ്റ്റ് കഴിഞ്ഞ് നിൽക്കുകയാണ്, നമുക്ക് ഫിനാൻഷ്യലി യാതൊരു ബാക്കപ്പും ഇല്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് വി സ്റ്റാർട്ടഡ് ഒരു ഓൺലൈൻ കോഴ്സായിട്ട് ഡോപ്പ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ആകെ വന്നത്
34 സ്റ്റുഡൻസാണ് ആ ഒരു വർഷത്തിൽ വന്നത്. അതിൽ പല ആൾക്കാരും പാർഷ്യൽ ഡ്രോപ്പേഴ്സാണ്, പല കോഴ്സുകൾ പഠിച്ച ആൾക്കാരാണ്. അവർ ഫുൾ ടൈം പഠിക്കുന്ന ആൾക്കാർ 4-5 കുട്ടികൾ മാത്രമേ ഉള്ളൂ. അതിലൊരു കുട്ടി ഷീ വാസ് എക്സെപ്ഷണൽ. അപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ നമ്മളൊരു 10 ഇയേഴ്സ് 34 കുട്ടികളെ മാത്രം ഓൺലൈനായിട്ട് മാനേജ് ചെയ്തിട്ടാണ് അത് വെരി ഫസ്റ്റ് ഇയറിൽ നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാ ദിവസവും കുട്ടികളോട് സംസാരിക്കും. ഇവരെ എല്ലാവരെയും നമുക്ക് നേരിട്ടറിയാം, എല്ലാവരോടും നമ്മൾ നേരിട്ട് സംസാരിക്കും, മിക്കവാറും ദിവസങ്ങളിൽ ഫോണിൽ സംസാരിക്കും. ഈ കുട്ടി അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട്, നല്ല രൂപത്തിൽ ചെയ്യുന്നുണ്ട്. മോക്ക് എക്സാമുകളൊക്കെ ഞാനിങ്ങനെ പേഴ്സണലി ക്വസ്റ്റ്യൻസ് കൊടുക്കുക കുട്ടിക്ക്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ പടപടാന്ന് ചെയ്യും, മിടുക്കി എന്ന് പറഞ്ഞാൽ ബഹുമിടുക്കി. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും, 34 കുട്ടികളിൽ നിന്ന് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിൽ പോയി. ആ കുട്ടി എക്സാം കഴിഞ്ഞു. ഡെഫിനറ്റ്ലി ഞാൻ ആ കുട്ടീനെ ആദ്യം വിളിച്ചത്, എക്സാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആദ്യം വിളിച്ചു, മോളെ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ പറഞ്ഞു സാറേ എക്സാം പേപ്പർ ഒരു മോഡറേറ്റ് ടു ഹൈ ടഫ്നെസ് ഉള്ള പേപ്പറായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഐ ബീൻ ഓൺ ദ സേഫ് ടൈം. ഞാൻ എന്ത് ചെയ്തു 130 ചോദ്യമാണ് ടോട്ടൽ അറ്റംപ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അത് കേട്ട എൻ്റെ മനസ്സുണ്ടല്ലോ മക്കളെ, ഇതിങ്ങനെ ഹാർട്ട് ബ്രോക്കൺ എന്ന് പറയാൻ വേണ്ടി പറ്റും. കാരണം 130 ക്വസ്റ്റ്യൻ ആ കുട്ടി അറ്റംപ്റ്റ് ചെയ്തിട്ട് 130 ശരിയായാൽ പോലും 520 മാർക്കേ കിട്ടുന്നുണ്ടാവുള്ളൂ. അതിനപ്പുറത്തേക്ക് എന്ത് കിട്ടുന്നുണ്ടാവില്ല, മാർക്ക് വരുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി കുറച്ച് ദിവസം തെറ്റിപ്പോവുകയും ചെയ്യും. അപ്പോൾ 520 താഴേക്കാണ് ആ കുട്ടിയുടെ ആക്ച്വൽ സ്കോർ വരാൻ വേണ്ടി പോകുന്നത്. ശരിക്കും 490 മാർക്ക് ആ കുട്ടി കിട്ടിയത്. നമുക്ക് എന്താ വെച്ചാൽ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ പോലും ഇത്തരത്തിലുള്ളൊരു പ്രവണതയിലേക്ക് പോയി പോകുന്ന സാധനങ്ങൾ കണ്ടിട്ടുണ്ട്. സോ ഇത് നിങ്ങൾക്ക് സംഭവിക്കരുത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും നീറ്റ് എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് പലതും തോന്നും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടഫാന്ന് തോന്നും, ക്വസ്റ്റ്യൻ എളുപ്പമാണെന്ന് തോന്നും, ക്വസ്റ്റ്യൻ മോഡറേറ്റ് ആണെന്ന് തോന്നും. ഇതൊന്നും നിങ്ങളുടെ ജഡ്ജ്മെൻറ്റിൽ വരുന്ന കാര്യമല്ല. കാരണം എക്സാം ഹാളിൽ നിങ്ങൾക്ക് അത് ജഡ്ജ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നീറ്റിൽ ഗവൺമെൻറ് സീറ്റ് വേണം, മിനിമം 175 എന്നുള്ളൊരു ഐഡിയ നിങ്ങൾ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകണം. ഈ കുട്ടിയുടെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളെല്ലാവരെയും എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു പാഠമായിട്ടാണ് ഞാനിവിടെ പറയുന്നത്. കാരണം ഇതുപോലത്തെ ഒരു അവസ്ഥ നമുക്ക് വരരുത്. അത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് മോക്ക് എക്സാംസ് എഴുതി പരിശീലിക്കണം. ഈ വരുന്ന ഏപ്രിൽ 7-ാം തീയതി നമ്മുടെ നീറ്റ് ഗാല എക്സാം നടക്കുക. കേരളത്തിലെ എല്ലാ സെൻറ്റേഴ്സിലും നമുക്ക് എല്ലാ ജില്ലകളിലും സെൻറ്റേഴ്സ് ഉണ്ട്. അവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി ഈ എക്സാം എഴുതാൻ വേണ്ടി പറ്റും. ഈ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് 175 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. ഡെഫിനറ്റ്ലി മാർക്ക് കൂടുതലായിരിക്കും. എങ്ങനെയാണ് മാർക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ മാർക്ക് എങ്ങനെ കൂടുക എന്നുള്ളവരെ ഡെഫിനറ്റ്ലി ഞാൻ വേറെ വീഡിയോസൊക്കെ ചെയ്തിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ഓർക്കാം. ഇനി നീറ്റ് ഗാല എക്സാമിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞുതരാം. നീറ്റ് ഗാല എക്സാം ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് വന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇനി നീറ്റ് ഗാല രജിസ്റ്റർ ചെയ്തിട്ട് എഴുതുന്ന എല്ലാവർക്കും 10 ഫുൾ ടോപ്പിക് എക്സാമുകൾ, ഡോപ്പയിലുള്ള റിപ്പീറ്റേഴ്സ് എഴുതിയിട്ടുള്ള 10 ഫുൾ ടോപ്പിക് എക്സാമുകൾ നീറ്റ് ഗാലയ്ക്ക് ശേഷം നിങ്ങൾക്ക് സൗജന്യമായിട്ട് നമ്മൾ തരുന്നുണ്ടാവും. സോ ഡെഫിനറ്റ്ലി അത്ര എക്സാമുകൾ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. സോ ഇനിയുള്ള സമയത്ത് എല്ലാവരും നീറ്റ് പഠിക്കുന്ന, ക്രാഷ് ആയിക്കോട്ടെ, വേറെ ഏത് കോഴ്സ് ആയിക്കോട്ടെ പഠിക്കുന്ന എല്ലാവരും എക്സാംസ് എഴുതണം. സോ ദ ഫസ്റ്റ് എക്സാം ഓൺ April 7th നീറ്റ് ഗാല. അത് ഓൾ ഇന്ത്യ വൈസിൽ തന്നെ കുട്ടികൾ എഴുതുന്ന സാധനമാണ്. ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട്, ഭയങ്കര ടാർഗറ്റഡ് ആയിട്ട് പഠിച്ചിട്ട് ആ എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ബാക്കി 10 എക്സാമുകൾ കൂടി വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 11 എക്സാമുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. സോ അതിനൊക്കെ വേണ്ടിയിട്ട് ഈ എക്സാമിന് രജിസ്റ്റർ ചെയ്യുന്നവർ ഓർക്കണം. പിന്നെ മറ്റെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും എന്ത് ചെയ്തോ താഴെ കമൻറ്റ് ചെയ്തോ, ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യാം, റിപ്ലൈ അയക്കുന്നുണ്ടാവും. സോ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും പോട്ടെ, ബൈ.